എന്നാലും തീരുമാനം എടുക്കുന്നത് അയാൾ തന്നെയാണ്. ആ വീടിന്റെ കടിഞ്ഞാൻ ഇപ്പോഴും നിരഞ്ജൻ സാറിന്റെ കയ്യിലാണെന്ന് തന്നെ പറയാം. അപ്പോ നടക്കില്ലേ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊന്ന് സംസാരിച്ചു നോട്ടെ, ചിലപ്പോ സമ്മതിച്ചാലാ. സമ്മതിച്ചാ അയാൾക്ക് കൊള്ളാം. എനിക്കെന്റെ ക്യാഷ് ബ്ലോക്ക് ആയെന്നേ ഉള്ളൂ. അയാൾക്ക് അങ്ങനെയല്ല, അയാളുടെ ജീവിതമാ ബ്ലോക്കായത്. അത് പറഞ്ഞ് മനസ്സിലാക്ക്. ഇത് അവസാനത്തെ ചാൻസ് ആണെന്ന് പറ. ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. അതും കൂടി പറഞ്ഞേക്ക്. എല്ലാം ഞാൻ പറയും. എന്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനിയെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. നിക്ക്. സാധാരണ ഇറങ്ങുന്ന സമയമല്ലല്ലോ, ഇന്നെന്താ നേരത്തെ? ഒരാവശ്യമുണ്ട്. ആവശ്യമൊക്കെ എനിക്കറിയാം. അവനെ കാണാനല്ലേ? ആരെ കാണാൻ? ആ സിദ്ധുവിനെ. അമ്മേ, സിദ്ധുവിനെ കാണാനാണെങ്കിൽ സിദ്ധുവിനെ കാണാൻ എന്ന് തന്നെ ഞാൻ പറയും. എനിക്കതിനൊരു പേടിയുമില്ല. ഇത് ഓഫീസിലെ ഒരു ആവശ്യം. പാവൻ ചന്ദ്ര. എന്താമ്മ പറഞ്ഞു? അല്ല, പാവൻ ചന്ദ്രന്ന് പറയായിരുന്നു. അമ്മ രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ അമ്മേ? ഞാൻ പറയുന്നതാണല്ലോ കുഴപ്പം. ആ, ഒരു കാര്യം പറയാൻ മറന്നു. അമ്മയുടെ മാനസപുത്രനില്ലേ ശരത്ത്, അവനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യും. മതിയടി പറഞ്ഞത്. ഇങ്ങനെയുണ്ടോ ഒരു അസൂയ? കൊണ്ടല്ലേ? ഞാനിപ്പോ പറഞ്ഞ അമ്മയ്ക്ക് കൊണ്ടല്ലേ? ഇതുപോലൊക്കെ തന്നെയാ മറ്റുള്ളവർക്കും. പിന്നെ അവരെപ്പോഴാ പോകുന്നത്? ആര്? ആ പ്രഭാവതി അമ്മ. എനിക്കറിയില്ല. അതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ? ലക്ഷണം കണ്ടിട്ട് ഇവിടെ തന്നെ സ്ഥിരതാമസാക്കുന്ന തോന്നുന്നു. അവരോട് ഇറങ്ങി പോവാൻ പറയാൻ എനിക്ക് പറ്റില്ല. വേണ്ട, ആ കർമ്മം ഞാൻ നിർവഹിച്ചോളാം. ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെ അവരെ ഞാൻ ഇവിടുന്ന് പറിച്ചെറിയും. പ്രേമിച്ച് ഒരു ദിവസം വന്നപ്പോ എന്തൊരു പുകിലായിരുന്നു ഇവിടെ. അതുപോലെ പെരുമാറാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നുമല്ല. പ്രഭാവതി അമ്മയുടെ പ്രഭ ഞാനായിട്ട് മാറ്റിക്കോളാം. നിത്യമോളുടെ മനസ്സ് മാറിയോ അമ്മേ? അത് മാറും പ്രഭാവതി. അപ്പോ ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ആരായാലും ഒന്ന് പേടിക്കില്ലേ പ്രഭുമോളെ? കെട്ടു നടക്കുന്ന സ്ഥലത്തുനിന്നല്ലേ പോലീസ് വന്ന് കൊണ്ടുപോയത്? അതിന്റെ ഒരു ഞെട്ടലുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. എല്ലാത്തിന്റെയും കാരണക്കാരി ആ ഒറ്റ ഒരുത്തിയാ, ദേവിക. അവൾ എന്തിനാ ഇങ്ങനെ നിത്യ ദ്രോഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ വീടിപ്പോ അവളുടെ പേരില്ല, അതിന്റെ അഹങ്കാരം. ഭരണമെന്ന് വെച്ചാൽ സഹിക്കാവുന്നതിനപ്പുറമായി. എന്ത് ചെയ്യാനാ? മനോഹരനാണെങ്കിൽ കിടപ്പായിപ്പോയി, കയറി ചെല്ലാൻ വേറൊരു സ്ഥലവും ഇല്ല. അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കാമായിരുന്നില്ലേ? കടം തീർക്കണ്ട എങ്ങനെയാ ആധാരം കിട്ടുന്നേ? ആധാരം ബാങ്കിലിരിക്കല്ലേ? ആകെ പടം നോക്കിയ ഒരു സമാധാനവും ഇല്ല മോളെ. ഏക ആശ്വാസം ആ കല്യാണം. അതിന് നിത്യ സമ്മതിക്കണ്ടേ? എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. കല്യാണം കഴിഞ്ഞ ഉടനെ ശരത്ത് പറഞ്ഞ ഒരു വീട് വാടകയ്ക്ക് എടുക്കാന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? മോനൊരു വീടെടുത്താൽ എല്ലാവർക്കും കൂടെ പോയി താമസിക്കാമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാ ഞാൻ. എന്തിനാ വീട് വാടകയ്ക്ക് എടുക്കുന്നേ? കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ദുബായിൽ പോവാലോ. അവിടെ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് കിടക്കല്ലേ, അവിടെ താമസിക്കാം. അത് മതി, അതാ നല്ലത്. കഷ്ടം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അപ്പാർട്ട്മെന്റിന്റെ മുന്നിലുള്ള ബാൽക്കണിയിലെ ഞാൻ കുറച്ച് ചെടികൾ നട്ടിരുന്നു. അതിന് വെള്ളം ഒഴിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് പറഞ്ഞു പോയതാ. ജോലിക്കാരില്ലേ മോളെ അവിടെ? കീ കൊടുക്കാൻ പറ്റുമോ? അയ്യോ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇരിക്കുമല്ലേ. അത് ശരിയാ. ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ, അതാണ് പരമാർത്ഥം.
ആപ്പിൾ കഴിച്ചു കഴിയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് വല്ലതും വേണോ സാറിന്? വേണ്ടി വരും. അതെ, എന്താടാ അമ്മയുടെ പരിപാടി? അമ്മയുടെ പരിപാടി എന്തെന്ന് അമ്മയോട് തന്നെ ചോദിക്കണം. എന്നാലേ അമ്മയോട് തിരിച്ചു പോകാൻ പറയണം. വൈകിട്ട് ഞാൻ വരുമ്പോ അവരോട് കാണാൻ.